ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറണ്ട് എനർജി എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ഒരു ആക്ഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറണ്ട് എനർജി എന്താണ്, ഈ റിലേഷൻഷിപ്പിൽ അവർ അടുത്തതായിട്ട് എടുക്കാനായിട്ട് പോകുന്ന ഒരു ആക്ഷൻ എന്താണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണ്, ഇനി നെക്സ്റ്റ് അവരെടുക്കാൻ പോകുന്ന ആക്ഷൻ എന്താണ് എന്ന് കൂടി നമ്മളോട് നോക്കുന്നു. നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണ്, അതുപോലെ തന്നെ എന്ത് ആക്ഷനാണ് അവർ ഇനി ഫ്യൂച്ചറിൽ എടുക്കാനായിട്ട് പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജിയും ഫ്യൂച്ചറിൽ അവർ എടുക്കാനായിട്ട് പോകുന്ന ആക്ഷൻ എന്താണ് എന്നുള്ളതുമാണ്. കറണ്ട് എനർജി, നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജിയാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സന്റെ ആക്ഷൻ എന്താണ്, എന്ത് ആക്ഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കാര്യത്തിൽ അവർ എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് വാൻഡ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സെപ്പറേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് ആ ഒരു രീതിയിലുള്ളതാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പോയി ചെറിയ രീതിയിലൊക്കെ കോണ്ടാക്ട് ഉള്ളവരെ കുറച്ച് ആളുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് ആ രീതിയിലായിരിക്കാം. ചിലർക്ക് ഒരു കൂടെയുണ്ട് എങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ, വളരെ കുറച്ച് ആളുടെ കാര്യമാണ് പറയുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഒരു അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. പിന്നെ ആഗ്രഹിക്കുന്ന ഒരു പരിഗണനയൊന്നും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ മച്ചുറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്, അതിനകത്തേക്ക് കൈകടത്താൻ ആരെയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങളോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമെങ്കിലും അവർ അവസാനം എടുക്കുന്ന ആ ഒരു ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു തീരുമാനം തന്നെയായിരിക്കും. അപ്പൊ ആ ഒരു സ്പേസിലേക്ക് മറ്റാരും എൻ്റർ ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല. അത്തരത്തിലുള്ള എനർജീസ് ആണ് അവരുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവര് ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതും ഒരു നടക്കുന്ന കാര്യമല്ല, ഒട്ടും തന്നെ നടക്കില്ല എന്നാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. നടക്കുന്ന കാര്യമേ അല്ല. കൂടാതെ ഒരാളോട് ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ തോന്നുവാണ് ഈ പേഴ്സണെങ്കിൽ അവരത് പുറമേ ഒന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. അത് അവിടെ വെച്ച് വിട്ടിട്ട് പോയതുപോലെ നമുക്ക് തോന്നുമെങ്കിലും അവരത് മനസ്സിൽ തന്നെ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവർക്ക്. ആരും അങ്ങനെ പറഞ്ഞു തീർത്ത് അത് അവിടെ വിട്ടിട്ട് പോകുന്ന സ്വഭാവക്കാരല്ല, അവരത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നീട് അത് എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ അതും കൂടി ചേർത്ത് പറഞ്ഞ് ഒരു കുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് കാണുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം കടന്നു വന്നപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും പെട്ടെന്ന് അതൊന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ്. അതായത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അത് നമ്മൾ പറഞ്ഞു തീർത്താൽ പോലും അവരത് മനസ്സിനകത്ത് സൂക്ഷിച്ചു വയ്ക്കും. പൂർണ്ണമായിട്ട് അത് തുടച്ചു നീക്കാനായിട്ട് അവരുടെ മനസ്സിൽ നിന്ന് കഴുകിക്കളയാനായിട്ട് അല്ലെങ്കിൽ ആ പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് അവർക്ക് കഴിയില്ല എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ തേർഡ് പാർട്ടി ഒരു പേഴ്സൺ ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ഫാമിലി ആകാം, ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആകാം. ചിലർക്ക് അവരുടെ ലൈഫിൽ പണ്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി വീണ്ടും തിരിച്ചു വന്നതായിരിക്കാം. ദറ്റ് മീൻസ് അവരുടെ ഒരു എക്സ് ആയിരിക്കാം. ചിലപ്പോൾ അവരൊരു പ്രശ്നങ്ങൾക്ക് ശേഷം ഇവര്
ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടാകാം. പിന്നീട് അവർ എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി എന്ന രീതിയിൽ തിരിച്ചു വന്ന ഒത്തിരി പേരുടെ എനർജീസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഓക്കെ, അവർ അവർ ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി തിരിച്ചു വന്നല്ലോ എന്ന രീതിയിൽ അവരിലേക്ക് നിങ്ങളെ ഇട്ടിട്ട് അവരിലേക്ക് പോയതായിട്ടുള്ള എനർജീസ് ആണ് നമുക്ക് കിട്ടുന്നത് കൂടുതൽ. ഓക്കെ, പിന്നെ തേർഡ് പാർട്ടി കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ കൂടെയുള്ള ആളുണ്ടെങ്കിൽ പോലും പഴയൊരു ഇത് കിട്ടാത്തതിന് കാരണം. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും പഴയതുപോലെ ആ ഒരു സ്മൂത്ത്നെസ് ഒന്നും ഇതിൽ കിട്ടാത്തതിന് കാരണവും ഒരു തേർഡ് പാർട്ടിയുടെ ഒരു പ്രസൻസ് തന്നെയാണ് എന്നാണ് കാണുന്നത്. അപ്പൊ മെയിലോ അല്ലെങ്കിൽ ഫീമെയിലോ ആണെങ്കിലും ഫാമിലി ടൈപ്പ് പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടങ്ങൾ പലപ്പോഴും മാറ്റിവെച്ച് നിൽക്കുന്ന പോലെയാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. സ്വന്തം ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഫാമിലിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒന്ന് മാറി നിൽക്കാനായിട്ട് അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ഫാമിലിയോടൊപ്പം ചേർന്ന് പോകാവുന്ന രീതിയിൽ. അതാണ് ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞ തേർഡ് പാർട്ടി ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷൻസ് ആയിരിക്കും, എന്ത് തന്നെയോ അവർക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത കുറച്ച് ആളുകൾ എന്ന് ഞാൻ പറയുന്നത്. ഫാമിലിയെ തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്ത് പലപ്പോഴും വളരെ ഒരു സംരക്ഷിക്കുന്ന പോലെ, കെയർ ചെയ്യുന്ന പോലെയൊക്കെ ഈ പേഴ്സൺ നിന്നിട്ടുണ്ടാകാം. അപ്പൊ ഈ വ്യക്തി വളരെയധികം കെയർ ചെയ്ത് നിന്നിട്ടുണ്ടാകാം. പഴയൊരു വൈബ് ഒന്നും ഇപ്പോ അവർക്കില്ല, അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. മേ ബി തേർഡ് പാർട്ടിയുടെ ഒരു കടന്നുവരവാവാം അതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഈ വ്യക്തിക്കൊരു ഈ വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചില സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയ സമയത്ത് നമ്മളത് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചോദ്യം ചെയ്യുകയും ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. സംശയത്തോടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയിട്ടുണ്ടാവാം എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടി ചെയ്യുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഒരു എനർജിയിൽ നമുക്ക് മെയിൻ കാണാനായിട്ട് പറ്റുന്നത് എൻ്റെ നിലപാടാണ് എൻ്റെ ശരി എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. ആര് പറഞ്ഞാലും അംഗീകരിക്കാത്ത ഒരു വ്യക്തി. പിന്നെ മറ്റുള്ളവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പോലും അവർ ചിന്തിക്കില്ല എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് 4 കൊമ്പ് 10 കൊമ്പ് എന്നിങ്ങനെ പറഞ്ഞ് അവര് ആ ഒരു ഇത് നിൽക്കില്ല. അല്ലാതെ സാധാരണ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു പോലും നോക്കാനുള്ള ഒരു ഇതില്ലാത്തൊരു വ്യക്തിയാണ്. കറന്റ്ലി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് നോ കോണ്ടാക്ട് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയോട് അറ്റാച്ച്മെന്റ് കൂടുതൽ കാണിച്ചതിൽ ഈ വ്യക്തിക്ക് കുറ്റബോധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല. നമുക്കിവിടെ ഫസ്റ്റ് ഒന്നും അത് കാണാനായിട്ട് സാധിക്കുന്നില്ല. ബിക്കോസ് അവരുടെ ശരി അതായിരുന്നു. അവർ ആ ഒരു സമയത്ത് നിങ്ങളുടെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത ഈ ഒരു വ്യക്തി ഒരു പേഴ്സൺ ആയിരുന്നു. ഇപ്പൊ ഒരുപാട് അവര് സഫർ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു കോണ്ടാക്ട് ഇല്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രീതിയിൽ അവർ സ്മൂത്ത് ആയിട്ടോ അല്ലെങ്കിൽ നല്ല സ്നേഹത്തിലോ അല്ല പോകുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ പുറത്ത് വളരെ ഹാപ്പി ആയിരിക്കുന്ന രീതിയിലായിരിക്കാം ആക്ട് ഒക്കെ ചെയ്യുന്നത്. കാരണം ഈ വ്യക്തിയുടെ ഒരു ഈഗോ വെച്ചിട്ട് അങ്ങനെ ഒന്ന് താന്നു കൊടുക്കാതെ മറ്റുള്ളവരെ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിക്കുക, ഇതൊന്നും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അപ്പൊ അത്തരത്തിൽ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. ഈവൻ അവരുടെ അടുത്ത ഫ്രണ്ട്സിന് പോലും ഇവർ ഇത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ഈ തേർഡ് പാർട്ടിയുടെ ഈ പേഴ്സണിന്റെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും അറിയാനായിട്ട് കഴിഞ്ഞൊന്നും വരില്ല. കാരണം അവർ ഇതൊന്നും ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളല്ല എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിരുന്നു നമ്മളിവിടെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് കൂടുതൽ ഒരു തേർഡ് പാർട്ടി എനർജി കയറി വന്നുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ച് ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലേക്ക് വരുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇവരുടെ റിലേഷൻഷിപ്പ് കറന്റ്ലി നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രോബ്ലംസ് അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്, ഈ തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ ഒഴിവാക്കിയിട്ട് നിങ്ങളെ അവഗണിച്ചിട്ട് അവര് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു, കൂടുതൽ പ്രിഫറൻസ് ഈ തേർഡ് പാർട്ടിക്ക് കൊടുത്തു. അതിനുള്ള ഒരു വാല്യൂ ഒന്നും ഈ ഒരു പേഴ്സൺ
ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് കാണുന്നത്. അതിന് അങ്ങനെ ഒത്തിരി പ്രിഫറൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് തലയിൽ കയറ്റി വെച്ചതിനുള്ള ഒരു പണി അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണുന്നത്. അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്, എങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടി അവർക്ക് യാതൊരുവിധ ഒരു പരിഗണനയോ വാല്യൂ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. അത് മാത്രമല്ല, ഇവര് ചെയ്തു കൊടുത്ത ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഒന്നും തന്നെ വലിയൊരു കാര്യമായിട്ട് അവർ കരുതുന്നില്ല എന്നതാണ് സാരം. അല്ലെങ്കിൽ ഈ വ്യക്തിയെ ചില സമയങ്ങളിൽ അവർ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഒക്കെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു സ്ട്രെസ്സും ഡിസ്റ്റർബൻസും ഒക്കെ കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടുന്നില്ല. അതുകൂടാതെ പല കാര്യങ്ങളിലും ഒരു ആർഗ്യുമെന്റ്സും വഴക്കുകളും ഒക്കെ നടക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് എന്ത് കാര്യം പറഞ്ഞാലും അത് അവസാനം ചെന്നെത്തുന്ന ഒരു വഴക്കിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു. അപ്പൊ നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളും എല്ലാം തെറ്റായതുകൊണ്ട് തന്നെ അവരങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. ആ ഒരു തെറ്റാണ് എന്നാണ് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും നിങ്ങൾ സംശയത്തോടെ ചോദിക്കുന്നു എന്ന രീതിയിലൊക്കെ അവർക്ക് അതൊക്കെയായിരുന്നു അവർക്ക് വലിയൊരു സ്ട്രെസ് ആയിട്ടും അല്ലെ പ്രശ്നങ്ങളുമായിട്ട് നിന്നിരുന്നത്. അപ്പൊ ഇപ്പോ ഇവർക്ക് മനസ്സിലാവുന്നു അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നും ഇപ്പൊ ഇവരെ ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം ഒരു എക്സ്ട്രീം ലെവല് സ്ട്രെസ്സിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അത്തരത്തിൽ ഇവര് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇത്രയും പ്രശ്നങ്ങളിലെല്ലാം പെട്ടതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചു ഇനിയിപ്പോൾ എനിക്ക് തേർഡ് പാർട്ടിയും വേണ്ട, ആരും വേണ്ട, ഞാൻ തന്നെ ഒന്ന് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോകാം എന്ന രീതിയിൽ അവര് അങ്ങനെ ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. പിന്നീട് നമുക്ക് കിട്ടുന്നത് ഒരു നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കമ്പയർ ചെയ്യുന്ന ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടിയെയും നിങ്ങളെയും വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ കമ്പയർ ചെയ്യുന്നു എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വിട്ടിട്ട് പോയി എന്നിവരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കാണ് കൂടുതൽ വാല്യൂ ഉള്ളതെന്നും നിങ്ങളാണ് ഒരു പാർട്ട്ണറായിട്ട് ഇരിക്കാനായിട്ട് ഏറ്റവും അവകാശമുള്ള ഒരു വ്യക്തിയെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്ന എനർജീസ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് തുറന്ന ഒരു ചിന്താഗതി ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാവുന്നു. നിങ്ങളെ കൈവിട്ട് പോയി എന്നൊരു അവസ്ഥ അവർ തിരിച്ചറിയുന്നു, ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തിക്ക് ഇത്രയും നാളും അവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ താൻ പറയുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് എന്നൊരു രീതിയിലായിരുന്നു ഇവർ ചിന്തിച്ചിരുന്നത്. ആ ഒരു രീതിയൊക്കെ ഇവർക്ക് മാറി. പിന്നെ ഈ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയുടെ ഒരു ഇത് നോക്കുമ്പോൾ അവര് ഈ ഒരു തേർഡ് പാർട്ടിയെ ഇപ്പൊ ഒരു ബേർഡൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നമായിട്ട്, അവരുടെ ഒരു പ്രശ്നമായിട്ടാണ് ഈ ഒരു പേഴ്സണെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാതെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവർ ആ ഒരു പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം തന്നെയാണ് ഉള്ളത് എന്നാണ് കാണാനായിട്ട് വരുന്നത്. പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ എങ്കിലും ഒരു ഈഗോ ഹർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടത് കൊണ്ട് തന്നെ അതിൽ തന്നെ നിൽക്കുന്നു. അതിൽ തന്നെ നിന്ന് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന പോലെ അഭിനയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പം പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന കാർഡുകളിൽ കൂടുതലായിട്ടും ഒരു ആക്ഷൻ എടുക്കുന്നു എന്നത് കാണാനായിട്ട് വരുന്നുണ്ട്. അവരൊരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരുന്നു. താരതമ്യം ഈ ഒരു പേഴ്സണെയും നിങ്ങളെയും താരതമ്യം ചെയ്തപ്പോൾ ഈ ഒരു പാർട്ട്ണർ ആകാനായിട്ട് യോഗ്യതയുള്ളത് നിങ്ങളാണെന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നത് നിങ്ങളെ മാത്രമാണെന്നും ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്ന ഒരു സമയം കൂടി ആണിത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിൽ കൂടി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് നല്ല പണിയൊക്കെ വാങ്ങി നിങ്ങളുടെ പേഴ്സൺ തിരികെ വരും എന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന കാർഡുകളുടെ ഒരു ഇതായിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി ഒന്ന് എടുത്തു നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്താണ് എന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് അവർ ഈ സമയത്ത് നിങ്ങളോട് പറയുന്നത്.
യു ടച്ച്ഡ് മൈ ഹാർട്ട്. ഓക്കെ, അവരുടെ ഹൃദയത്തെ ടച്ച് ചെയ്ത തൊട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. ഐ ലവ് യു ബിക്കോസ് ഐ വിൽ നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് സ്പെൻഡിങ് ടൈം വിത്ത് യു. ഓക്കെ, നിങ്ങളെ അവർ ഒത്തിരി അധികം സ്നേഹിക്കുന്നു, കാരണം അവർ ഒരിക്കലും നിങ്ങളോടൊപ്പം ചിലവഴിച്ച സമയങ്ങളിലൊന്നും ഒട്ടും ടയേർഡ് ആയിരുന്നില്ല, അവർ വളരെ ഹാപ്പി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഐ നെവർ ലവ്ഡ് എനി വൺ ആസ് മച്ച് ആസ് ഐ ലവ് യു. ഓക്കെ, ഞാൻ ആരെയും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല, നിന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ ആരെയും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നു മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്നുള്ളൊരു കാര്യം. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രീഷ്യസ് ആണ് എന്ന് അവർ പറയുകയാണ്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, അവർ പ്രതീക്ഷിക്കുകയാണ് ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു, കാരണം നീ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി. ഓക്കെ, ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് ചെയ്തിട്ട് ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളെ അവഗണിച്ച് പോയതിൽ അവർ ഇപ്പോൾ നിങ്ങളോട് ക്ഷമയും ചോദിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് വീഡിയോ. ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 2 months എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഹിയറിംഗ് ഇഷ്യൂസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മന്ത്, ഇടുക്കി ജില്ല. ഓക്കെ, നെയിൽ പോളിഷ്, മോൾ ഓൺ റൈറ്റ് ചീസ്, റൈറ്റ് സൈഡിൽ കവിളിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ക്രേസ് ആൻഡ് വെഹിക്കിൾസ്, വണ്ടികളോട് ഒത്തിരി ക്രേസ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ യു നമുക്കിവിടെ കിട്ടുന്നു. നമ്പർ 6, 1983. ചാരിറ്റി ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2004, 1987. ലെറ്റർ ബി. ബ്യൂട്ടിഫുൾ ഐസ്, നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെയോ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാകാം. നമ്പർ 42 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വീഡിയോ ഗെയിം, ടീ ലവർ. നമ്പർ 22, റെഡ് കളർ. 1978, 1977. സോഷ്യൽ വർക്കർ. ഹോണസ്റ്റ്, കൊല്ലം ജില്ല. നവംബർ മന്ത്, നമ്പർ 30. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.